എന്റെ ദൈവമേ. ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഞങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇതെന്റെ മോൻ സത്യപാലൻ. ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഹാ, ഞങ്ങള് ജോലിക്ക് നിൽക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ, അത് തന്നെ. 5 പെങ്ങന്മാരിൽ ഒരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ? ആ, അത് തന്നെയാ. അവിടുത്തെ പെമ്പിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലിനാ ഞങ്ങള്. വീട്ടിലെ അമ്മയും പുറത്ത് ഞാനും. ആ, അത് നന്നായി. ചേടാ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യവന്മാർക്ക് നാണാവില്ലേ കോന്തന്മാര്. അമ്മച്ചി, വീട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. എടാ അമ്മച്ചി, ഇവിടെ എത്തിക്കേ. സുലൈമാനെ, അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കിക്കോണേ. വാ, മകനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം അമ്മച്ചി. ഈ കാലത്ത് ഇങ്ങനത്തെ ആൺപിള്ളാരുണ്ടല്ലോ. അധികാരമില്ല, ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ആ നിൽക്കുന്ന ഒരാളെ കണ്ടോ? അത് ഒരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് എല്ലാരെയും കാണാം. അതല്ല, ആ കറുപ്പുടുപ്പിട്ട ആള്. അതാ മാധവൻകുട്ടി. മാധവൻകുട്ടി അതല്ല, പക്ഷെ അയാളോട് ചോദിച്ചാൽ മതി, അയാൾ ആളെ കാണിച്ചു തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ വെറും മാധവൻകുട്ടിന്ന് മാത്രം ചോദിച്ചാ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടിന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി? ഹിറ്റ്ലർ മാധവൻകുട്ടി. വീട്ടുപേരാ? അതെ. നല്ല പേരല്ലേ? ചെന്ന് ചോദിക്കും, അയാൾ അപ്പ കാണിച്ചു തരും. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ, ഇതൊക്കെ എന്ത് താങ്ക് യു. താങ്ക് യു. ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഇതെന്താ ചെവി കേട്ടൂടെ? എടോ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന്? പണി നടക്കട്ടെ. അമ്മച്ചി, കാലി പോലില്ലേ? ഉണ്ടായിരുന്നത് ഇപ്പൊ കാലിയായി. ഓ, അത് ശരി. ഈ തള്ളയെ വിടണോ? അവർക്ക് ഇപ്പോഴേ തീരെ കാറ്റില്ലാത്ത. നീ മിണ്ടായിരിക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, മോനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ജോലി പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു. കിടക്കുകയും ചെയ്തോ? അതെന്തൊരു ജോലി? അതൊക്കെ അവിടെ ചെല്ലുമ്പോ നേരിട്ട് കാണാലോ. സുലൈമാനെ, ഒന്ന് പിടിച്ചോ, പിടിച്ചോ. സഞ്ചു കൊടുത്ത്. കൊടുത്തു. നീ ഇവിടെ ഇരുന്നോ. ആ നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആളെ അമ്മച്ചി കാണാമോ? പിന്നെ നല്ല കലക്കനായിട്ട് കാണാം. അയാളോട് ചെന്ന് ചോദിച്ചാ മതി, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണ്? എന്ത് മാധവൻകുട്ടിയാ? ഹിറ്റ്ലർ. ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? അയ്യേ, ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ. HITTLER. മതിയടാ. പിന്നെ പരീക്ഷയ്ക്ക് പോവല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു വിടാൻ. അമ്മച്ചി ഒന്ന് പറഞ്ഞ ഹിറ്റ്ലർ. ഹിറ്റ്ലർ. മറന്നു പോകാതിരിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ഹിറ്റ്ലർ. 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 അയ്യോ, അയ്യോ, പാണ്ടാരോരങ്ങ മനുഷ്യനെ കൊല്ലുവല്ലോ. തള്ളും കുടിച്ച് വഴിയിലാന്ന് വന്ന് കമ്മന്നടിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് മാറിക്കടലാ താടിയാ. ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന്? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേന്ന്. എന്തുവാ പേരെന്തുവാന്നാ പറഞ്ഞേ? തള്ളെ ചാകാൻ വേറെ വഴിയൊന്നുമില്ലേ? ഹിറ്റ്ലർന്ന് വിളിച്ച ഒരുത്തനെ തല്ലി ബോധം കെടുത്തിട്ടിരിക്കുന്ന കണ്ടില്ലേ? എന്റെ മോൻ സത്യവാലനല്ലേ ഇത്? മോനെ സത്യവാല, നോക്കി നിൽക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? 2 പരിപ്പ് വടയും. ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങള് മനഃപൂർവ്വം വിളിച്ചതല്ലേ. ആ ദുഷ്ടന്മാര് ഞങ്ങളെ കൊണ്ടുവന്ന് ചതിച്ചതാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല, അതൊരു തെറിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ മേലായിരുന്നേ. ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ അതൊരു വീട്ടുപേരായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ. അല്ലേ അമ്മേ? മതി കിടന്ന് കറിയത്.
നീ ഇത് ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കും. മേലാൽ വല്ലവനൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലും എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വന്നാൽ പ്രായമൊന്നും ഞാൻ നോക്കൂല. സീതേ, അമ്മോ, ദേ ഇവരെ രണ്ടാളെയും നിങ്ങളെ നോക്കാൻ വേണ്ടി വരുത്തിയതാ. ഇന്ന് നിങ്ങളെ തല്ലുവിളിച്ചന്മാരെയൊക്കെ കണ്ടല്ലോ, അവന്മാരാ ഇവിടത്തെ പ്രധാനപ്പെട്ട വായി നോക്കിയുള്ളൂ. ലീക്കായിട്ടുണ്ട്. നിക്ക്, നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ പിന്നാലെ നടന്നോ. ഈ ഞാൻ മുന്നിലുള്ളപ്പോ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ഒരുത്തനും വരില്ല. അയ്യോ അയ്യോ, എല്ലാത്തിനെയും തട്ടിക്കൊണ്ടുപോയി. അയ്യോ ദാ, ആ. എടാ, പെൺകുട്ടികളെ വഴിയിൽ ബലാത്സംഗം ചെയ്ത് നേരത്തെ സംസാരിക്കുന്നോടാ നിന്നെ ഞാൻ. അയ്യോ, എടാ നിന്നെ ശരിയാക്കൂടാ. അയ്യോ, എന്നെ കൊല്ലുന്നേ, കൊല്ലുന്നേ. കീറിയ കാറും ഞാൻ. ബലേന്ദ്ര, ഇങ്ങോട്ട് വിട്ടേക്ക്, ഇങ്ങോട്ട് വിട്ടേക്ക്. ഈ ഗുണ്ടയെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഗുണ്ട നിന്റെ അച്ഛനാ? അച്ഛനാ? ആരുടെ അച്ഛനാണ് ഗുണ്ട? ഇടിക്ക്. പറയടാ, ആരുടെ അച്ഛനാണ് ഗുണ്ടെന്ന്? എന്റെ അച്ഛനാ. അച്ഛൻ പോരെങ്കിൽ എന്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഗുണ്ടകളാ. ഞങ്ങള് ഗുണ്ടക്കൽ ഫാമിലിയാണ്. പിടിക്കടാ. ബാലേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? അയാൾ അങ്ങോട്ട് വിടാൻ പറഞ്ഞേ. മാധവേട്ടനായിട്ടുണ്ടായ ലഹളം വെളുപ്പൊന്നും പോരെ ബാലേട്ടന്? പോരാ, ഈ ഉണ്ടായൊന്നുമല്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതാണ് ശരിക്കുള്ള ലഹള. അതിന്റെ തുടക്കമായത് നിങ്ങൾക്കറിയോ? ഇതിനെല്ലാത്തിനും കാരണക്കാരി ഇവളാണ് എന്നെ വലിച്ചഴിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്നത്. നിന്റെ മാനവും ജീവനും രക്ഷിക്കാനാണ് ഞാൻ കയറി ഒളിച്ചത്. അല്ലാതെ നിങ്ങളും മാധവേട്ടനും വിചാരിക്കുന്ന പോലെ ഞാനൊരു വൃത്തികെട്ടവനല്ല. സ്വന്തം അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവനുമല്ല. അന്ന് എനിക്ക് പോരെ ഇവളെയാണ് മാധവേട്ടൻ പിടികൂടിയിരുന്നെങ്കിലോ ഇവളുടെ ദേഹത്തൊരു അടി വീഴാൻ ഞാൻ സമ്മതിക്കുമായിരുന്നു. പട്ടിയെ തല്ലുന്ന പോലല്ലേ വാരി വലിച്ചിട്ട് എന്നെ തല്ലിയത്. അത് കണ്ടു നിന്നതല്ലാതെ അനങ്ങിയോ ഇവള്? ഒരക്ഷരം മിണ്ടിയോ ഇവള്? നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അമ്മു. നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യം പോയിട്ട് നിന്നോടുള്ള സ്നേഹത്തിനൊരു അംശം പോലും കുറവ് വന്നിട്ടില്ല. നിന്നെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ഭൂകമ്പം ഉണ്ടായാലും ശരി, നിന്റെ വീടിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ വരും. നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോരാൻ നീ വരണം. മാധവേട്ടനല്ല, ആരെതിർത്താനും നീ എന്നോടൊപ്പം വരണം. ഞാൻ വരില്ല, വരില്ല എന്ന് പറഞ്ഞ വരില്ല. ദേവി, ഇത് ബാലേട്ടൻ അവിടെ വരരുത്. എന്നെ വന്ന് വിളിക്കരുത്. വിളിച്ചാൽ വരാൻ ഞാൻ അവിടെ ഉണ്ടാവില്ല. സത്യമായിട്ട് ജീവനോട് ഞാൻ അവിടെ ഉണ്ടാവില്ല. ബാലേട്ടനോട് സ്നേഹമില്ലാഞ്ഞിട്ടോ കൂടെ ജീവിക്കാൻ മോഹമില്ലാഞ്ഞിട്ടോ അല്ല ബാലേട്ട. മാധവേട്ടൻ ഞങ്ങളുടെ ജീവനാണ്. മാധവേട്ടനെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ആ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. ബാലേന്ദ്ര, ഇവനെ മാക്സിമം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറ. പെട്ടിയിലാക്കി അയച്ചോട്. അയാൾ പുഴുങ്ങി തിന്നട്ടെ. പെട്ടിയാ? പെട്ടിക്കിപ്പോ ആ ദുഷ്ടന്മാരെന്നെ ചെയ്ത പണിയണ്ട. ഞാൻ കുട്ടികളെ കൊണ്ട് കോളേജിൽ പോകുമ്പോ അവന്മാര് വഴിയിൽ തടഞ്ഞു നിർത്തി. അത് ചോദിക്കാൻ ചെന്നതിന് എല്ലാരും കൂടെ എന്നെ എടുത്ത് ചാരത്തി പൂത്തി. ഓടിക്കോടാ. ഓടി വരാ.
അയ്യോ അയ്യോ നോക്കല്ലേ കിടക്കല്ലേ തലകറങ്ങും കിടക്കല്ലേ തലകറങ്ങണോ എല്ലാവർക്കും കൂടെയുള്ള ഒടുക്കത്തെ താക്കീതായത്. ഇനി ആരെങ്കിലും എന്റെ പെൺകുട്ടികളുടെ നിഴൽ വെട്ടത്തെങ്ങാനും വന്നാൽ ഒരുത്തനും ജീവനോടെ തിരിച്ചു പോവില്ല. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? അതിന് അയാൾ എന്നോട് എന്തെങ്കിലും പറയണ്ടേ? നമുക്ക് ചുമ്മാ കാര്യം ഇടപെടാൻ പറ്റൂ? നിന്നോടും കൂടി തന്നെയാ പറഞ്ഞത് ഒടുക്കത്തെ താക്കീതാണെന്ന്. എടാ ഈ നാറ്റമൊക്കെ സഹിക്കാം, ജീവിതം തന്നെ നാറിപ്പോയില്ലടാ. ശരീരത്തിൽ കട്ടിയായിട്ടുണ്ടായിരുന്ന എല്ലാം അയാൾ ഉടച്ചു കളഞ്ഞില്ലേ? ഇനി പ്രേമിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അയാളുടെ ഒടുക്കത്തെ ഇടിയല്ലേ അയാളിടിച്ചത്. അയാളുടെ ഒടുക്കത്തെ ആണെങ്കിൽ നമ്മുടെ തുടക്കത്തെയാ. എന്ത് ഇടിയാ? അല്ല, യുദ്ധം. എന്റെ അമ്മോ, ഓടിക്കോളൂ! ഓടിക്കോളൂ! ഓടാ, ഓടാ, എന്റെ അമ്മേ! അയ്യോ അച്ഛൻ, ഇതേതാടാ ഈ കാലമാടൻ? ഇതാണ് ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ അച്ഛൻ, ചട്ടമ്പി പിള്ളച്ചൻ. കൂടെയുള്ളത് തല്ലിപ്പുളി ജബ്ബാറ്. ആർക്കടാ എന്റെ മാധവൻകുട്ടിയുടെ തണ്ടലിന്റെ ബലം അറിയേണ്ടത്? വെല്ലുവിളിച്ചവന്മാരൊക്കെ വാടാ, അവന്റെ രോമത്തിൽ തൊടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ പട്ടികളെ, ചുണയുള്ളവന്മാരുടെ ഇറങ്ങി വാ. ഈ പിള്ളേച്ചൻ ജബ്ബാറാണെന്ന് കാണിച്ചു തരാം. ഇവരെവിടെയായിരുന്നു? ജയിലില്ല. ഏയ്, ഈ നാട്ടിൽ തന്നെയുണ്ട്. ഇവരുമായിട്ട് വഴക്കിട്ട് വേറെ കല്യാണം കഴിച്ച് താമസിക്കുക. പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാ അപ്പ പറഞ്ഞെത്തിയാള്. ഈ പിള്ളേച്ചന്റെ രക്തത്തിൽ പിറന്ന പിള്ളേരാ ഇതിനകത്ത് ജീവിക്കുന്നത്. അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ, ലോറി കയറ്റി അരച്ചു കളയും ഞാൻ. ചന്തു, ഇയാളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. പിന്നെ നമുക്ക് വലിയ പോയ അത്